നടന്ന വിവേചനങ്ങളെ അടിമത്തത്തിന്റെ ചരിത്രം കൃത്യമായ വിധത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മല്ലപ്പള്ളി ചന്തയിൽ ഒരടിമയുടെ വില 21 രൂപയായിരുന്നപ്പോൾ ചങ്ങനാശ്ശേരി ചന്തയിൽ ഒരടിമയുടെ വില ഇതുപോലെ 3 രൂപ മാത്രമായിരുന്നു. 3 രൂപ മാത്രം വിലയുള്ള ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് 21 രൂപ കിട്ടുന്ന ഇടത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോകും പോലെ ആളുകളെ ചാട്ടക്കടിച്ച് കൊണ്ടുവന്ന് തെരുവിലിട്ട് വിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പള്ളം കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഹെൻറി ബെക്കർ ജൂനിയർ എന്ന സായിപ്പ് നിരവധി അടിമകൾക്ക് 21, 30 രൂപയൊക്കെ കൊടുത്ത് വില കൊടുത്തു വാങ്ങി അവരെ സ്വതന്ത്ര പുറത്തുവിടുമ്പോൾ നിങ്ങൾ ഇതിനെ പണം കൊടുത്തുള്ള മതപരിവർത്തനം എന്ന് പറയുമെങ്കിൽ, ഇത്തരം ഒരു പരിഗണന ഒരാൾ അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കുക. അടിമകളെ വിലക്ക് വാങ്ങി ഫ്രീ ആക്കി വിട്ടയക്കാൻ അവരെ പ്രേരിപ്പിച്ച ധാർമ്മികമായ ആ സംഹിതയുടെ പേരാണ് വിശുദ്ധ ബൈബിൾ. 1, 2 പേരല്ല, ആയിരക്കണക്കിന് ആളുകൾ അടിമത്തത്തിന്റെ ഇത്തരം ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ സാംശീകരിച്ചെടുത്ത സുവിശേഷത്തിന്റെ മഹത്തര സത്യം ഈ രാജ്യത്തോട് ഘോഷിക്കാനുള്ള ഞങ്ങളുടെ ആർജവം എവിടെയും പണയം വെക്കാതെ ഛത്തീസ്ഗഡിലോ അതല്ലെങ്കിൽ രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ ഈ ഇന്ത്യൻ ഭൂമികയുടെ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുമ്പോൾ താത്തുവെക്കാനുള്ളതല്ല ഞങ്ങളുടെ വിശ്വാസം, നിലച്ച് ഏതെങ്കിലും തരത്തിൽ പിന്തിരിഞ്ഞോടാനുള്ളതല്ല ഞങ്ങളുടെ ആത്മാർത്ഥത എന്നുള്ള കാര്യം മാത്രം പറയാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. വിശേഷം ഈ രാജ്യത്തിലേക്ക് വന്നെന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, സതിയുടെ നിരോധനം. ഇത് ബ്രിട്ടീഷുകാർ ചെയ്തല്ല, ബ്രിട്ടീഷുകാർക്കൊപ്പം വന്ന മിഷണറിമാർ. നിങ്ങൾക്കറിയണ്ടേ, ബ്രിട്ടീഷുകാരെയും ഈ രാജ്യത്തിലേക്ക് വന്ന മിഷണറിമാരെയും നിങ്ങൾ രണ്ടായി കണ്ടുപിടിക്കണം ചരിത്രം. ബ്രിട്ടീഷുകാർ കൊള്ളയിടാൻ വന്നപ്പോൾ ഹെൻറി ബേക്കറെ പോലെ, ബഹുമാനായ ഹെർമൻ ഗുണ്ടറ്റിനെ പോലെ, ആദരണീയനായ നമ്മളെ വില്യം കേരിയെ പോലെ നൂറുകണക്കിന് സുവിശേഷകർ ഈ രാജ്യത്തിലേക്ക് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും ഒക്കെ തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തും സൗകര്യങ്ങളൊക്കെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഇന്ത്യയിൽ വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ തന്നെ മരിച്ചടങ്ങിയവരാണ്. അവരൊരു കൊണ്ട് ഭൂമിയും കൊണ്ടുപോയില്ല, ഇവിടുന്ന് ഒരു നാണയവും കൊണ്ടുപോയില്ല. അവരുടെ കഴിവും പ്രാപ്തിയും ഈ രാജ്യത്തിന്റെ ഗുണഗണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹെൻറി ബെക്കർ വന്നിരുന്നില്ലെങ്കിൽ ഇത്തരം ഒരു തൊടുപുഴയുടെ ചരിത്രം മറ്റൊന്നായി തീരുമായിരുന്നു. വള്ളത്ത് ഹെൻറി ബെക്കർ ജൂനിയർ വന്നിരുന്നില്ലെങ്കിൽ കോട്ടയം പോലുള്ള സിറ്റി, ആ സിറ്റി നോക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ബേക്കർ ജംഗ്ഷൻ എന്നൊക്കെ പറയുമല്ലോ. ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഞങ്ങൾ വഹിച്ച പങ്ക് എന്താ ഇനിയും പറഞ്ഞു തരണമോ? ഇവിടെ ശശികല ടീച്ചറും മറ്റും ബഹുമാനപ്പെട്ട മദർ തെരേസയെ ആക്ഷേപിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സ്ഥാപനം ഒന്ന് സന്ദർശിക്കണം. ഞാൻ ഒരു ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ കോളനികളിൽ സുവിശേഷം പറയാൻ പോകുന്നു? ഈ സവർണ്ണ ഹിന്ദുക്കളുടെ അരികിലോ മുസ്ലിങ്ങളുടെ അരികിലോ ഒന്നും പോകാത്ത എന്താ? മുസ്ലിങ്ങളുടെ അരികിൽ പോയാൽ അവർ വെട്ടും കുത്തും കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കണം. ഞങ്ങളുടെ മുൻനിര പ്രസംഗങ്ങളിൽ അത്ര മുസ്ലിം നാമധാരികളുണ്ടെന്ന് അറിയണ്ടേ? എത്ര ആളുകൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളുണ്ടെന്ന് അറിയണ്ടേ? ധാരാളം ആളുകൾ അതേ പേര് പോലും മാറാതെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് തരാം. ഇനി സവർണ്ണ ഹിന്ദുക്കളുടെ അരികിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന വാദവും വളരെ തെറ്റാണ്. അതുകൂടി പഠിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ പെന്തക്കോസ് അനുഭവമില്ല. ഞങ്ങൾ ഈ ഒച്ച വെക്കും, ബഹളം വെക്കും, അന്യഭാഷയിൽ പാട്ടുപാടും, നൃത്തം ചെയ്യുമെന്നൊക്കെ പറയുന്ന അനുഭവം ആദ്യം ആർജിച്ച ആ സ്ഥലം എവിടാന്ന് അറിയണ്ടേ? പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനാണ്. ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന സംഘപരിവാര ശക്തികൾക്ക് പണ്ഡിത രമാബായി ആരെന്നറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. 1960 രാഷ്ട്രം അവരുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം ഏക്കറിൽ വ്യാപരിച്ചു കിടക്കുന്ന മുക്തി മിഷനിൽ ഈ ഞാനും ചില നാളുകൾക്കപ്പുറത്ത് ഒരു മീറ്റിംഗിനായി കടന്നുപോയി. ആരായിരുന്നു? പണ്ഡിത രമാബായി കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു ചിപ്പവൻ ബ്രാഹ്മണ സ്ത്രീയാണ്.